ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുറേ നാളായിട്ട്, ഇപ്പം കുറേ നാൾ മീൻസ് ഒരു 1 മന്തിൽക്കാളും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നിന്ന സ്ഥിതിക്ക് എന്തായാലും തിരിച്ച് പോയേ പറ്റും. അപ്പോൾ പോകുന്നതിന് മുന്നേയായിട്ട് അമ്മയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്. എപ്പോഴും നാട്ടിൽ വന്ന് തിരിച്ച് പോകുന്നതിന് മുന്നേയായിട്ട് ഇതുപോലെ അമ്മയുടെ വീട്ടിലെ വലിയ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കയ്യിലൊരു ചൂലൊക്കെ എടുത്ത് നമ്മൾ തൂക്കാനായിട്ട് പോകുമായിരുന്നു. മുകളിൽ വെയിലുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാനും അനിയനും കൂടെ അവിടെ നിന്ന് തൂത്തൊക്കെ ഇടുക. താഴെ എല്ലാവരും കറി വെക്കും, അങ്ങനെ ഓരോ പരിപാടികളിലൊക്കെ ആയിരുന്നു കേട്ടോ. താഴെ അമ്മയും മാമിയും എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ അടുക്കളയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. അവരവരുടെ പാടായി. ഞാനും പിള്ളേരും കൂടി ഇതുപോലെ ചുറ്റിനൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ റൂമിൽ അച്ഛനും മാമനും എല്ലാവരും കൂടെയൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഈ ഒരു കപ്പ വറുത്ത് അടിച്ച് മാറ്റിയിട്ട് ഞാൻ നേരെ താഴേക്ക് പോകും. താഴെ വന്നപ്പോഴാട്ടോ പഴയ ഒരു റേഡിയോ അത് ഓണാക്കി വെച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറേ നേരം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അനിയന്മാരും കൂടെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. പുറത്ത് പോയത് വേറെ ഇങ്ങോട്ടൊക്കെ എല്ലാവരും കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ഇതുപോലെ അമ്മ വീട്ടിലും അവിടെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അമ്മമ്മയൊക്കെ ഇതുപോലെ പൈസ ഒക്കെ തന്നു വിടില്ലേ, അതുകൂട്ട് ഞങ്ങളും ഒന്ന് പുറത്ത് പോയി കുറച്ച് വെള്ളമൊക്കെ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതേ പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വന്ന് സ്പ്രൈറ്റൊക്കെ കൂടിയാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ അമ്മ വീട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ. പക്ഷേ ഞങ്ങളുടെ കൂടുതലും കസിൻസൊന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ദാണ്ടെ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ പുറത്ത് പറമ്പിലോട്ടൊക്കെയാണ് കേട്ടോ നടന്നത്. ഇവിടെ കുറേ പാടവും പറമ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്. ഞങ്ങൾ എന്നിട്ട് ചൂണ്ടിയിടുമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 മണി 3:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വെയിലുണ്ടായിരുന്നെങ്കിലും കാറ്റുണ്ടായിരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ആദ്യം ഇവരൊക്കെ ചൂണ്ടിട്ടുണ്ടിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് ആദ്യം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് അമ്മയുടെ ഒക്കെ കൂടെ പോയിട്ടോ. അവരവിടെ ചവറ് വാരുക എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. അവർക്കും ഒരു രസമാണ് കേട്ടോ വല്ലപ്പോഴും കൂടി ഇങ്ങനെ കൂടുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പശു, കോഴി, താറാവ്, പട്ടി അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വെറുതെ ഒരു മോഹത്തിന് അവന്മാരുടെ കയ്യിൽ നിന്ന് ചൂണ്ട മേടിച്ച് ഞാൻ പിടിച്ചോണ്ട് നിന്നേനെ കേട്ടോ. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മീനെ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. വരാലായിരുന്നേ. സത്യം പറഞ്ഞാൽ എൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തുമെന്ന് യാതൊരു പ്രതീക്ഷ ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു കേട്ടോ എനിക്കൊരു വരാലിനെ കിട്ടിയത്. അങ്ങനെ ഞാൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ കാരണം ഒരു മീൻ ചത്തല്ലോ എന്നുള്ള സങ്കടത്തിൽ പിന്നെ തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോഴേക്ക് താണ്ടെ ഇവിടെ അമ്മ ചക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചക്ക കുറച്ച് നേരം കഴിച്ചിട്ടോ. അപ്പോൾ ഇവർ താണ്ടെ ഇവിടെ മീനൊക്കെ ചെത്തുമായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് കേക്ക് മേടിക്കാനായിട്ട്. അവനെ അറിയാതെ സർപ്രൈസ് ആയിട്ട് ഞാനും ചേട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി അടുത്ത പരിപാടി കേക്ക് മുറിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടേക്ക് കേക്കൊക്കെ വെച്ച് സെറ്റാക്കി ഒരു ചെറിയ രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ കേക്ക് കട്ടിങ് ഒന്നും ഞങ്ങൾ പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനം എടുത്തിട്ട് പോയി മേടിച്ചിട്ട് വന്നതായിരുന്നേ. അതുകൊണ്ട് ചെറിയ രീതിയിലായിരുന്നു എല്ലാം. പിന്നെ അവനെനിക്ക് കേക്ക് വായി വെച്ച് തരുമായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ഓരോ വികൃതികളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നൈറ്റിലെ ഫുഡും കൂടെ കഴിച്ചിട്ട് എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ള പ്ലാനായിരുന്നേ. അങ്ങനെ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടെ നടത്തിയപ്പോഴേക്ക് എല്ലാവർക്കും കുറച്ചുകൂടി ഇരട്ടി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നൈറ്റത്തേക്കുള്ള ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അച്ഛനും അമ്മയും എല്ലാവരും താഴെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം കൂടെ മുകളിൽ കയറി ചില്ലടിച്ചിരിക്കും. നൈറ്റിലത്തെ ഫുഡ് നല്ല ലാവിഷായിരുന്നേ. പൊറോട്ടയും ചിക്കനും മീനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നല്ല സ്വസ്ഥമായിട്ട് മണ്ടയ്ക്കിരുന്ന് എല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വരവിന് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാട്ടോ നാട്ടിലെങ്ങാനും പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ വിശേഷം പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ സംഭാഷണങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകുന്ന സമയമാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത വരവിന് കാണാമെന്നുള്ള പറച്ചിലാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.